ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യസേവനം ഒരു സ്വപ്നമായി കാണുന്ന 10ാം ക്ലാസ് വിജയിച്ച് യുവതലമുറയ്ക്ക് നമ്മുടെ ഇന്ത്യൻ സേനകളിൽ ധാരാളം തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ നേവി എന്നീ സേനാ വിഭാഗങ്ങളിൽ 10ാം ക്ലാസ് യോഗ്യതയോടെ തന്നെ പ്രവേശിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 5 ഡിഫൻസ് ജോബുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ഏതൊക്കെയാണ് ടോപ്പ് 5 ഡിഫൻസ് ജോബ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഡിഫൻസ് കരിയർ പാത്സ് ആഫ്റ്റർ ക്ലാസ് 10. 10ാം ക്ലാസ്സിന് ശേഷം ഇനി എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് കരിയർ ജോബിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി നോക്കാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് ഡിഫൻസിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു പോസ്റ്റാണ് ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റ്, അതായത് ഇന്ത്യൻ ആർമിയുടെ GD പോസ്റ്റ്. ഇന്ത്യൻ ആർമിയുടെ GD പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയകളിൽ ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 4 വർഷത്തെ സർവീസ് പീരീഡ് ആയിരിക്കും. അപ്പോൾ 4 വർഷം മാത്രമാണ് കാലാവധി വരുന്നത്. എങ്കിലും നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ 25% പേർക്ക് പെർമനന്റ് എൻറോൾമെന്റ് ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ റീസെന്റ് ആയിട്ട് ന്യൂസിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലും ഒക്കെ വന്നൊരു വാർത്തയാണ് 25% എന്നുള്ളത് 75% ഉയർത്താനുള്ള ശുപാർശകളൊക്കെ നൽകുന്നതായിട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ചിലപ്പോൾ 25 നിന്ന് 75 അല്ലെങ്കിൽ 100% ഉയർത്താനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഇന്ത്യൻ ആർമിയുടെ ജനറൽ ഡ്യൂട്ടി പോസ്റ്റ് എന്ന് പറയുന്നത്. അഗ്നിപത് സ്കീമിന്റെ കീഴിലുള്ള 4 വർഷത്തെ സർവീസ് പീരീഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് 10 പാസ്സായിരിക്കണം, അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ലഭിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ 45% മാർക്കായിരിക്കണം ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും പാസ്സായിരിക്കേണ്ടത് ഏകദേശം 33% മിനിമം മാർക്കോടെ ഓരോ സബ്ജക്റ്റ് നിങ്ങൾ 10ൽ പാസ്സാകേണ്ടതുണ്ട്. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 17.5 എന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് 16.5 വയസ്സാണെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 16.5 വയസ്സും അല്ലെങ്കിൽ 17.5 വയസ്സിന് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ തവണയും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഹൈറ്റ് അതുപോലെ തന്നെ വെയിറ്റ് തുടങ്ങിയ സ്റ്റാൻഡേർഡുകൾ നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും ചെക്ക് ചെയ്ത് മനസ്സിലാക്കി കൃത്യമായ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഡിഫൻസ് ജോബാണ് ഇന്ത്യൻ നേവിയുടെ MR പോസ്റ്റ്, അതായത് അഗ്നിവീർ മെട്രിക് റിക്രൂട്ട്മെന്റ് പോസ്റ്റ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നേവിയിലാണ്, അതായത് ഇന്ത്യൻ നാവികസേനയിലെ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കുക്കിംഗ് പോസ്റ്റ്, അതായത് ഷെഫായിട്ടോ അല്ലെങ്കിൽ സ്റ്റെവേർഡായിട്ടോ അല്ലെങ്കിൽ ഹൈജീനിസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കാൻ കഴിയുന്നതാണ്. ഇവിടെയും അഗ്നിപത് സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന 4 വർഷത്തെ സർവീസ് പീരീഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 10ാം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവി MRന്റെ സെലക്ഷൻ പ്രോസസ് ആണ്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. സ്റ്റേജ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേജ് 3 എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഈ ഒരു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് സർവീസ് വരുന്നത് നേവൽ ഷിപ്പിലും അതുപോലെ തന്നെ മാരിടൈം എൻവയൺമെന്റ്, അതായത് നിങ്ങൾ കപ്പലിലും മറ്റുമുള്ള ജോലികളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാനായിട്ട് പോകുന്നത്.
നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് സി പോസ്റ്റാണ്, സിവിലിയൻ പോസ്റ്റാണ് അല്ലേ. ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും 10ാം ക്ലാസ് യോഗ്യതയുള്ള നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള നോൺ കോമ്പാറ്റ് സിവിലിയൻ പോസ്റ്റുകളിലേക്കാണ് സർവീസ് വരുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, മെസ് സ്റ്റാഫ് ആൻഡ് കുക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് തീർച്ചയായിട്ടും 10ാം ക്ലാസ് ആണ് യോഗ്യത വരുന്നത്, മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 17.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏജ് റിലാക്സേഷനുള്ള കാറ്റഗറിക്ക് അത് കൃത്യമായി അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ ആണ്. റിട്ടൺ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ആണ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. ഓഫ്ലൈൻ എക്സാം ആണ് നിങ്ങൾക്ക് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ITI സർട്ടിഫിക്കറ്റ് തുടങ്ങിയത് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്, അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ നല്ല പാക്കേജാണ്. സാലറി പാക്കേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന സാലറി പാക്കേജും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ജോബാണ് SSC GD കോൺസ്റ്റബിൾ പോസ്റ്റ് എന്ന് പറയുന്നത്. SSC GD കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റോളുകൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിനകത്ത് വരുന്ന BSF, അതുപോലെ തന്നെ CRPF, CISF, ITBP, SSB തുടങ്ങിയ ഫോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗം ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു പെർമനന്റ് ജോബാണ് എന്നുകൂടി മനസ്സിലാക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് തീർച്ചയായിട്ടും 10ാം ക്ലാസ് പാസ്സാണ്. 10ാം ക്ലാസ് യോഗ്യതയാണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. നോട്ടിഫിക്കേഷനിൽ ഏജ് റിലാക്സേഷൻ ഉള്ളവരുടെ കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്, ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ സെലക്ഷൻ പ്രോസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതോടൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. തുടർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് SSC GD എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് ജോബാണ്. എന്തെന്ന് പറയുന്നത് RPF കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികൾ എന്ന് പറയുന്നത് റെയിൽവേയുടെ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ റെയിൽവേയുടെ പാസഞ്ചേഴ്സ്, റെയിൽവേ സ്റ്റാഫിനെയൊക്കെ എന്ത് ചെയ്യണം, സേഫ് ആൻഡ് സെക്യൂരിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുടെ ആകാം, റെയിൽവേയിലെ യാത്രക്കാരുടെ, അതുപോലെ തന്നെ റെയിൽവേ പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഉദ്യോഗസ്ഥരായിട്ടാണ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. ഇതൊരു ഗവൺമെന്റ് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബാണ്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട 5 ഡിഫൻസ് പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയിൽ പ്രവേശിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 5 പോസ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ SSC GD 2025 ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കോഴ്സിലേക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2500 രൂപ മാത്രമാണ്. ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് റെക്കോർഡഡ് സെക്ഷൻ അവൈലബിൾ ആണ്. വീക്ക്ലി 6 days ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ആർമിയുടെ കോഴ്സുകളും ഞങ്ങൾ റൺ ചെയ്യിക്കുന്നുണ്ട്. ആർമിയിലേക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. റെക്കോർഡഡ് സെഷൻ, വീക്ക്ലി 6 days ക്ലാസ്, അതുപോലെ തന്നെ ക്ലാസ്സിന് ശേഷം ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് തുടങ്ങി ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക.
അതുപോലെ തന്നെ നിങ്ങൾക്കായി ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ റൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 പ്ലാറ്റ്ഫോമുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നെന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ്, ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പുതിയ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ എന്ന് പറയുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ, നോട്ടിഫിക്കേഷനുകൾ, ലൈവ് ക്ലാസിന്റെ ടൈമിംഗ് തുടങ്ങി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഈ ഒരു വീഡിയോയെ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസ് നമ്പറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കാം. എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.